ഹായ് ഓൾ, വെൽക്കം ടു ആചാര്യ. ആചാര്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പാർലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ പാർലമെന്റിലെ മോഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മോഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിന്ന് ഈ വീഡിയോയിൽ ഏതാണ്ട് ക്ലിയർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വെൽക്കം യു ഓൾ അഗൈൻ. സോ മോഷൻസ് എന്താണ് മോഷൻസ്? അപ്പൊ നിങ്ങൾ നമ്മളെ UPSC പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷ്മികാന്ത് ചാപ്റ്റർ ബുക്കിനകത്ത് മോഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി പറയുന്നുണ്ട്. സോ എന്താണ് മോഷൻസ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. പാർലമെന്റിനകത്ത് നമുക്കറിയാം, നിങ്ങൾ പാർലമെന്റ് എന്ന് പറയുന്ന സമയത്ത് പാർലമെന്റിൽ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ പാർലമെന്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ സങ്കല്പിക്കാം. നിങ്ങൾ നോക്കിക്കേ, പാർലമെന്റിനകത്ത് ആ ഒരു സെഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. നമുക്കറിയാം, ചിലപ്പോൾ ഒരു നിയമം പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആ ബില്ലിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ബില്ലിന്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് വോട്ടെടുപ്പ് നടക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ എന്താ പറയുക, ഈ ബില്ലെന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ട ബില്ലായിരിക്കാം, നോർമൽ നിയമവുമായി ബന്ധപ്പെട്ട ബില്ലായിരിക്കാം. അത്തരം ബില്ലുകളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടാവും, ഡിസ്കഷൻ നടക്കുന്നുണ്ടാവും, അതൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും വിഷയത്തിൽ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ടാവും, അതായത് സഭയുടെ അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള പ്രമേയങ്ങൾ. സപ്പോസ് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ അപലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, കണ്ടം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടാവും, അതിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പം എന്താ പറയാ, ജഡ്ജിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെ ഒക്കെ റിമൂവ് ചെയ്യേണ്ട പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. സോ ഇതൊക്കെ നമ്മുടെ പാർലമെന്റിൽ നടക്കാവുന്ന കാര്യങ്ങളാണ്. നോക്കുക, നമ്മുടെ പാർലമെന്റിൽ എന്ത് കാര്യങ്ങളും ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഒരു മോഷനിൽ കൂടിയായിരിക്കും. എന്ത് കാര്യവും നമ്മുടെ പാർലമെന്റിൽ ഇനീഷ്യേറ്റ് ചെയ്യുക ഒരു മോഷനിൽ കൂടിയായിരിക്കും. സോ സപ്പോസ് ഒരു ബില്ല് ഒരു നിയമം പാസ്സാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബില്ല് അവതരിപ്പിക്കുന്നുണ്ട് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ബില്ല് അവതരിപ്പിക്കുന്നത് ഒരു മോഷനിൽ കൂടിയാണ്. അതിനുശേഷം സപ്പോസ് ആ ബില്ലിന്റെ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് വോട്ടിങ്ങിലേക്ക് പോവാം, അത് വോട്ടിനിടാം എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതും വോട്ടെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡിസ്കഷൻ സ്റ്റോപ്പ് ആയിട്ട് വോട്ടെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു മോഷൻ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മുടെ സഭയ്ക്കകത്ത് എന്ത് കാര്യവും ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ആ തുടക്കം കുറിക്കുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഒരു മോഷനിൽ കൂടിയായിരിക്കും. സോ അതാണ് നമ്മുടെ മോഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പാർലമെന്റിനകത്ത് അത് രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും എന്തൊരു കാര്യവും നോർമലി ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഒരു മോഷൻ അവതരിപ്പിച്ചുകൊണ്ട് ഒരു മോഷൻ മൂവ് ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, സോ അതാണ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടലി നമ്മുടെ പാർലമെന്റിനകത്തുള്ള മോഷൻസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി തിരിക്കാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാണ് സബ്സ്റ്റാന്റീവ് മോഷനും മറ്റൊന്ന് സബ്സിഡറി മോഷനും. അപ്പൊ നമുക്ക് അതിനകത്ത് ആദ്യം പറയുന്ന സബ്സ്റ്റാന്റീവ് മോഷൻ എന്താണെന്ന് നോക്കാം. മോഷന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ പാർലമെന്റിനകത്ത് ബില്ല് അവതരിപ്പിക്കുന്നതാവട്ടെ, ബില്ല് ക്ലോസ് ചെയ്യുന്നതാവട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാവട്ടെ, എല്ലാം ഇനീഷ്യേറ്റ് ചെയ്യുന്നത് മോഷനിൽ കൂടിയായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റാന്റീവ് മോഷൻ എന്ന ടൈപ്പും അതുപോലെ സബ്സിഡറി മോഷൻ എന്ന മറ്റൊരു ടൈപ്പും, ഇങ്ങനെ രണ്ട് ടൈപ്പ് ആയിട്ടുള്ള മോഷൻസ് പ്രധാനമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഏതാണ്? സബ്സ്റ്റാന്റീവ് മോഷൻ എന്ന് പറയുന്ന മോഷനാണ്. ഓക്കെ, എന്താണ് സബ്സ്റ്റാന്റീവ് മോഷൻ? ഇതൊരു മോഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള എല്ലാം ഒരു നോർമൽ മോഷൻ നമുക്ക് അതിനെ വേണമെങ്കിൽ സബ്സ്റ്റാന്റീവ് മോഷൻ എന്ന് പറയാം. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബില്ല് അവതരിപ്പിക്കുന്നു, നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു നോർമൽ മോഷൻ നമുക്ക് അങ്ങനെ ആദ്യം കണക്കാക്കാം. നമുക്ക് സബ്സിഡറി മോഷൻ പറഞ്ഞതിന് ശേഷം തിരിച്ചു വന്നാൽ കുറെ കൂടി മനസ്സിലാവും. അപ്പോൾ സബ്സ്റ്റാന്റീവ് മോഷൻ മീൻസ് സബ്സ്റ്റാന്റീവ് മോഷൻ ഇസ് ദ മെയിൻ മോഷൻ. ഒരു മെയിൻ മോഷൻ ആണ് മൂവ്ഡ് ഇൻ ദ ഹൗസ് ഫോർ പാർലമെന്റ് ടു ടേക്ക് ഡിസിഷൻ ഓർ എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ. പാർലമെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അത് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, ഒപ്പീനിയൻ അറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, ഇതെല്ലാം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത് ഒരു ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ ആ ബില്ല് അവതരിപ്പിക്കുന്നത് സബ്സ്റ്റാന്റീവ് മോഷനിൽ കൂടിയാണ്. ആ മോഷൻ സബ്സ്റ്റാന്റീവ് മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ബാക്കി മോഷൻസ്? കൺഫ്യൂഷൻ വന്നേക്കാം. നമുക്കത് പറഞ്ഞതിന് ശേഷം തിരിച്ചു വരാം. നോക്കിക്കേ, ഇതാണ് സബ്സ്റ്റാന്റീവ് മോഷൻ എന്നാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞത് സബ്സിഡറി മോഷൻ ആണ്. ഓക്കെ, എ സബ്സിഡറി മോഷൻ is a motion that is related to the another main motion. That means another substantive motion. അതായത് it cannot exist independently. ഒരു സബ്സിഡറി മോഷൻ ആണെങ്കിൽ അത് സബ്സിഡറി ആണ്. ദാറ്റ് മീൻസ് മുൻപ് അവതരിപ്പിച്ച ഒരു സബ്സ്റ്റാന്റീവ് മോഷന്റെ സബ്സിഡറി ആയി വരുന്ന മോഷനാണ് സബ്സിഡറി മോഷൻ എന്ന് പറയുന്നത്. പറയാം. അതായത് സപ്പോസ് ഒരു ബില്ല് അവതരിപ്പിക്കും, ഒരു നിയമം പാസ്സാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബില്ല് അവതരിപ്പിക്കാൻ തുടങ്ങുകയാണ്. അതൊരു മോഷനിൽ കൂടി ആ ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ ആ ബില്ല് അവതരിപ്പിക്കുന്ന ആ മോഷൻ സബ്സ്റ്റാന്റീവ് മോഷനാണ്. അതെന്തോ ആവാം ബില്ല് എന്നുള്ളത്. ഓക്കെ, അത് സബ്സ്റ്റാന്റീവ് മോഷൻ ആണ്. ഓക്കെ,
അതിനുശേഷം ആ ബില്ലുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബില്ല് അവതരിപ്പിച്ച ആൾക്കോ തോന്നുകയാണ് സപ്പോസ് ഈ ബില്ലിലെ ഈ ഒരു ക്ലോസ്, ഒരു സെപ്പറേറ്റ് ക്ലോസ്, ആ ക്ലോസ് ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലോസ് മാറ്റി അവിടേക്ക് പുതിയ ക്ലോസ് കൊണ്ടുവരാം. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ഓൾറെഡി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ബില്ലിനകത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനൊരു പുതിയ മോഷൻ അവതരിപ്പിക്കണം. ഓക്കെ, അത് ടൈപ്പ് മോഷൻ ആയിരിക്കും, സബ്സിഡറി മോഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിലവിലുള്ള മോഷനിലെ ഡിസ്കഷനോ മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ചേഞ്ചസ് വരുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇപ്പൊ സപ്പോസ് എന്താ പറയാ, ഒരു ബില്ലിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി വോട്ടെടുപ്പിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ഒരു മോഷൻ മൂവ് ചെയ്യണം. ആ മോഷനും ഏത് ടൈപ്പ് ആയിരിക്കും, സബ്സിഡറി ടൈപ്പ് ആയിരിക്കും. ദാറ്റ് മീൻസ് നിലവിലുള്ള മോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു മോഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് അത്തരം മോഷൻസ് ആണ് നമ്മൾ സബ്സിഡറി മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഒരു മോഷന് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക, ഒരു മോഷനിൽ കൂടി, സബ്സ്റ്റാൻറ്റീവ് മോഷനിൽ കൂടി ഒരു ബില്ല് അവതരിപ്പിച്ചു, അതിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബില്ലിൽ പറഞ്ഞ ചില ക്ലോസുകൾ മാറ്റി പുതിയ ക്ലോസ് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരുന്ന മോഷൻ എന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് മോഷൻ ഏതാണ്, സബ്സിഡറി മോഷൻ ആയിരിക്കും, സബ്സിഡറി ടൈപ്പ് ഓഫ് മോഷൻ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ആ ബില്ലിന്റെ ഡിസ്കഷൻ കുറെ നടന്നു, ഇനി ആ ഡിസ്കഷൻ മതി, ഇനി വോട്ടെടുപ്പിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന മോഷനും ഏത് ടൈപ്പ് മോഷൻ ആയിരിക്കും, സബ്സിഡറി ടൈപ്പ് മോഷൻ ആയിരിക്കും. നോക്കിക്കേ, ഞാൻ ഈ പറഞ്ഞ രണ്ട് എക്സാമ്പിളിനകത്തും എന്താണ്, ഒരു മെയിൻ മോഷൻ, അതായത് ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷനെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മോഷൻസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് എക്സാമ്പിൾസും. സോ അതുകൊണ്ട് തന്നെ അത്തരം മോഷൻസ് ആണ് സബ്സിഡറി മോഷൻ എന്ന് പറയുന്നത്. അതൊരു നേരത്തെ മൂവ് ചെയ്ത ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷനെ കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന മോഷൻസ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് കനോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഏതിന്, സബ്സിഡറി ടൈപ്പ് ഓഫ് മോഷൻസിന് അല്ലെ. ഈ ഒരു മോഷനിലെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യുക, ഇനി വോട്ടെടുപ്പിലേക്ക് പോകാന്ന് പറയുന്ന മോഷൻ അവതരിപ്പിക്കുമ്പോൾ ആ മോഷൻ ഇറ്റ്സെൽഫ് നിലനിൽപ്പൊന്നുമില്ല. കാരണം ഓൾറെഡി അവിടെ ഡിസ്കഷൻ നടക്കുന്ന ആ സബ്സ്റ്റാൻറ്റീവ് മോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ മോഷൻ നിലനിൽക്കുന്നത് അല്ലെ. സോ ഈ സബ്സിഡറി മോഷൻസ് ഏതായാലും ശരി, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഇൻഡിപെൻഡന്റ്ലി നിലനിൽക്കാൻ കഴിയില്ല. സബ്സ്റ്റാൻറ്റീവ് മോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സബ്സ്റ്റാൻറ്റീവ് മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടക്കുമ്പോഴൊക്കെ അതിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അതിന് ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യാനോ ഒക്കെ ആയിക്കൊണ്ട് കൊണ്ടുവരുന്ന മോഷൻസ് ആണ് സബ്സിഡറി മോഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്റ്റാൻറ്റീവ് മോഷനകത്ത് നോക്കിക്കേ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. സബ്സ്റ്റാൻറ്റീവ് മോഷൻ നോക്കുകയാണെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. അപ്പം സബ്സ്റ്റാൻറ്റീവ് മോഷനെ കുറിച്ച് കുറച്ചുകൂടെ ക്ലിയർ ആയല്ലോ. ഒരു മെയിൻ മോഷൻ ആണ് സബ്സ്റ്റാൻറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സബ്സ്റ്റാൻറ്റീവ് മോഷൻ ഇൻഡിപെൻഡന്റ് ആണ്. ഒരു ബില്ലാണ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ബില്ല് എന്ന് പറയുന്നത് ഫുള്ളി കംപ്ലീറ്റഡ് ആണ് അല്ലെ. അത് ഡിപ്പെൻഡന്റ് ഒന്നുമല്ല, ആ സബ്സ്റ്റാൻറ്റീവ് മോഷൻ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി ആ സബ്സ്റ്റാൻറ്റീവ് മോഷനകത്ത് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അതിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ചേഞ്ച് വരുത്താനോ അതിന് ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയാനോ വോട്ടിംഗിൽ പോകുന്ന പറയാനോ ഒക്കെ കൊണ്ടുവരുന്ന മോഷൻസ് ആണ് സബ്സിഡറി മോഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സബ്സിഡറി മോഷൻ നിലവിലുള്ള സബ്സ്റ്റാൻറ്റീവ് മോഷനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന മോഷൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ പറയുന്ന സബ്സിഡറി മോഷൻസ് പറയുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് സബ്സിഡറി മോഷൻസ് ഉണ്ട്. അതിലൊരു എക്സാമ്പിൾ ആണ് ആൻസിലറി മോഷൻസ് എന്ന് പറയുന്നത്. ആൻസിലറി മോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ സപ്പോസ് ഒരു മെയിൻ മോഷൻ ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് മോഷൻ അവതരിപ്പിച്ചു, ഒരു ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഡിസ്കഷൻ അലോട്ട് ചെയ്ത സമയം സപ്പോസ് 2 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ആ 2 മണിക്കൂർ പോരാ, വീണ്ടും 1 മണിക്കൂറോടെ വേണം. അതായത് സഭയുടെ പ്രൊസീജിയറിൽ ചില മാറ്റം വരുത്തിക്കൊണ്ട് 1 മണിക്കൂർ എക്സ്ട്രാ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് ആൻസിലറി ടൈപ്പ് ഓഫ് മോഷൻ ആണ്. അതൊരു പ്രൊസീജിയറൽ മോഷൻ ആണ്. അതായത് സഭയുടെ നിലവിലുള്ള പ്രൊസീജിയറിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സഭയുടെ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഡിസ്കഷൻ കുറെ കൂടി സ്മൂത്ത് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതുമായി എഫക്റ്റീവായി കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരുന്ന മോഷൻസ് ഒക്കെയാണ് ആൻസിലറി മോഷൻ എന്ന് പറയുന്നത്. സപ്പോസ് എക്സാമ്പിൾ വേറെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബില്ലിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൽക്കാലത്ത് ഇത് നാളത്തേക്ക് മാറ്റി വെച്ചു. ഡേറ്റ് തന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഡിസ്കഷൻ നടന്നു, ഇനി ഉച്ചയ്ക്ക് ശേഷം അതിന് ഡിസ്കഷൻ ഇല്ല, അതിന് ഡിസ്കഷൻ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് തീരുമാനമെങ്കിൽ സഭയുടെ ഒരു പ്രൊസീജിയർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോരാ, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ ആ നിലവിലുള്ള പ്രൊസീജിയറിൽ മാറ്റം വരുത്തി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഡിസ്കസ് ചെയ്യണം അത് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന മോഷനെ നമുക്ക് ആൻസിലറി മോഷൻ എന്ന് പറയാം. അപ്പൊ നോക്കിക്കേ, ഈ ആൻസിലറി മോഷൻ എന്ന് പറയുന്നതും ഒരു സബ്സിഡറി മോഷൻ ആണ്. ഓക്കെ, നിലവിലുള്ള
സബ്സ്റ്റാൻറ്റീവ് മോഷൻ എന്ന് പറയുന്ന മെയിൻ മോഷന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഭയുടെ അവർ അപ്ലൈ ചെയ്ത ആ പ്രൊസീജിയറിൽ മാറ്റം വരുത്താൻ വേണ്ടി കൊണ്ടുവരുന്ന മോഷനാണ് ആൻസിലറി മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം കൂടെ എക്സ്ട്രാ വേണം, നിലവിലെ പ്രൊസീജിയർ പ്രകാരം അലോട്ട് ചെയ്തിരിക്കുന്നത് 2 മണിക്കൂർ ആണെങ്കിൽ 1 മണിക്കൂർ എക്സ്ട്രാ വേണം എന്ന് പറഞ്ഞിട്ട് സഭയുടെ നിലവിലുള്ള ആ പ്രൊസീജിയർ മാറ്റം വരുത്തി എഫക്റ്റീവ് ആയിട്ട് ആ ഡിസ്കഷൻ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവരുന്ന മോഷനാണ് ആൻസിലറി മോഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ആൻസിലറി മോഷനും സ്വന്തമായി നിലനിൽപ്പില്ല. ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷൻ, നേരത്തെ കണ്ട മെയിൻ മോഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആൻസിലറി മോഷൻ. സോ അതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്? സബ്സിഡറി മോഷൻ തന്നെയാണ്. അതുപോലെ മറ്റൊരു ടൈപ്പ് മോഷൻ ഒന്ന് നോക്കിക്കേ, സൂപ്പർസീഡിംഗ് മോഷൻ. സൂപ്പർസീഡിംഗ് മോഷൻ എന്ന് പറയാം. നോക്കിയേ, ഈ സൂപ്പർസീഡിംഗ് മോഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഒരു മോഷനുമായി ഒരു മോഷൻ, ഒരു ബില്ല് അവതരിപ്പിച്ചു, ഒരു മോഷനോട് അവതരിപ്പിച്ചു, ആ ബില്ലിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സൂപ്പർസീഡിംഗ് മോഷൻ ഒരു MP കൊണ്ടുവന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഏതൊരു നമ്മൾ പറഞ്ഞ ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷനോട് ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്, അത് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സൂപ്പർസീഡിംഗ് മോഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അതിന്റെ ഡിസ്കഷൻ ആയാലും ഡിബേറ്റ് ആയാലും മാറ്റിവെക്കപ്പെടും. ആ ഡിസ്കഷനും ഡിബേറ്റും മാറ്റിവെക്കപ്പെടും. ഓക്കെ, എന്നിട്ട് ആ സ്ഥാനത്തേക്ക് പുതിയ ഒരു പ്രൊപ്പോസൽ, പുതിയൊരു ബില്ലോ പുതിയ പ്രൊപ്പോസലോ കൊണ്ടുവരികയും, ചിന്തിക്കേണ്ട കാര്യം, അങ്ങനെ പുതിയ പ്രൊപ്പോസൽ കൊണ്ട് പുതിയ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും മാറ്റിവെച്ച സൂപ്പർസൈഡ് ചെയ്തിട്ടുള്ള ആ മോഷൻ എൻഡ് ആവുന്നില്ല. പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വിഷയം അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പഴയ വിഷയം വീണ്ടും ഡിസ്കഷൻ എടുക്കും. സോ തൽക്കാലത്തേക്ക് ഈ വിഷയത്തിന്റെ ഡിബേറ്റ് അല്ലെങ്കിൽ ഡിസ്കഷൻ ഒന്ന് സൂപ്പർസൈഡ് ചെയ്ത് വെക്കാം, ഒന്ന് മാറ്റി വെക്കാം, എന്നിട്ട് പുതിയ പ്രൊപ്പോസൽ, പുതിയ മോഷൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന മോഷനാണ് സൂപ്പർസൈഡിംഗ് മോഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വൺസ് ദ സൂപ്പർസൈഡിംഗ് മോഷൻ ഈസ് ഡിസ്പോസ്ഡ് ഓഫ്, ദ ഒറിജിനൽ മോഷൻ മേ സ്റ്റിൽ ബി കൺസിഡേർഡ്. അപ്പോൾ ഇവിടെ ഒറിജിനൽ മോഷൻ, അതായത് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒറിജിനൽ മോഷൻ അതൊരിക്കലും എൻഡ് ചെയ്യുന്നില്ല, തൽക്കാലത്തേക്ക് അതൊരു ഡിസ്കഷൻ, ഡിബേറ്റ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന മോഷനാണ് സൂപ്പർസീഡിംഗ് മോഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സൂപ്പർസീഡിംഗ് മോഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഒരു എന്താണ് സബ്സിഡറി മോഷനാണ്. മറ്റൊരു മോഷനാണ് അമെൻമെന്റ് എന്ന് പറയുന്നത്. അമെൻമെന്റ് എന്ന് പറയുന്നതും ഒരു മോഷൻ തന്നെയാണ്. ഇവിടെ നോക്കിക്കേ, ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷൻ, ഒരു ബില്ല് അവതരിപ്പിച്ചു, മെയിൻ മോഷനാണ്. അപ്പൊ അതിങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും കുറച്ച് ക്ലോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ്, ആ ക്ലോസ് ഭയങ്കരമായിട്ട് ഡിബേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാവരും അത് ഭയങ്കര എതിർക്കുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടാണെങ്കിൽ അവതരിപ്പിച്ച MP തോന്നുകയാണ് ആ ക്ലോസ് ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം, ആ ക്ലോസിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം, അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തേക്കാം എന്നാക്കി തോന്നുകയാണെങ്കിൽ, ആ MP തോന്നുകയാണെങ്കിൽ ആ ക്ലോസിൽ ഒരു ചേഞ്ച് വരുത്തണം, അമെൻഡ് വരുത്തണം. അമെൻമെന്റ് വരുത്താൻ വേണ്ടി, ആ ക്ലോസിൽ അമെൻമെന്റ് വരുത്താൻ വേണ്ടി കൊണ്ടുവരുന്ന മോഷൻസിനൊക്കെ നമുക്ക് അമെൻമെന്റ് മോഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് നിലവിലുള്ള ഒരു മെയിൻ മോഷൻസിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരുന്ന മോഷനാണ് അമെൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ അതൊരു സബ്സിഡറി മോഷൻ ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് മോഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ ആണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ? ഇപ്പൊ ഈ പേര് പോലെ തന്നെ നോക്കിക്കേ, സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിലവിലെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മെയിൻ മോഷൻ അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് മോഷൻ അത് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യപ്പെടുകയും ആ സ്ഥാനത്തേക്ക് പുതിയ മോഷൻ, പുതിയ പ്രപ്പോസൽ വരികയും ചെയ്യും. ഓക്കെ, നോക്കിക്കേ, ഒരു മെയിൻ മോഷൻ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും കുറച്ച് ക്ലോസുകളിൽ ആണ് പ്രശ്നമുള്ളത്. അപ്പൊ അത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ MP എന്ത് ചെയ്യാം, ഒരു അമെൻമെന്റിലൂടെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അമെൻമെന്റിൽ കൂടി ആ ക്ലോസിൽ മാറ്റം വരുത്താം, അമെൻമെന്റ് മോഷനിൽ കൂടി. അല്ല, ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ബില്ല് മൊത്തം പ്രശ്നമാണ്, അതിൽ ടെക്സ്റ്റ് എല്ലാം, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് മാറ്റി അതേ വിഷയം തന്നെ പുതിയൊരു ബില്ലായിട്ട് അവതരിപ്പിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ കൊണ്ടുവരും. കാരണം അവിടെ ആ മെയിൻ മോഷനിൽ ബില്ല് അവതരിപ്പിച്ചു, അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനസ്സിലാവുകയാണ് ഈ ബില്ലിലെ കംപ്ലീറ്റ് കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ബില്ല് കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് ഇതേ വിഷയത്തിൽ പുതിയ ബില്ല് അവതരിപ്പിക്കാം, അങ്ങനെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന മോഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ മോഷൻ, അതായത് ആ മെയിൻ മോഷൻ കംപ്ലീറ്റ്ലി എന്തായിപ്പെടും, റിജക്ട് ചെയ്യപ്പെടുകയും പുതിയ മോഷൻ അതിലേക്ക് വരികയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ പർപ്പസ് ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ ഈസ് നോട്ട് ഡൈവേർട്ട് ദ ഡിസ്കഷൻ ടു എ ഡിഫറെന്റ് സബ്ജക്ട്. ഒരു സബ്ജക്റ്റിൽ മോഷൻ അവതരിപ്പിച്ചു, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആ വിഷയം സബ്ജക്റ്റും കംപ്ലീറ്റ്ലി മാറ്റി പുതിയ വിഷയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ കൊണ്ടുവരുന്നത്. നിലവിലുള്ള വിഷയത്തിൽ തന്നെ ഒരു പുതിയ ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിലവിലൊരു വിഷയമുണ്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ബില്ല് അവതരിപ്പിച്ചു, അതിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടേക്ക് ആ നിലവിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ മോഷൻ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യപ്പെടും, പുതിയ മോഷൻ അവിടേക്ക് വരും. അങ്ങനെ വരുന്ന പുതിയ മോഷൻ എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ വിഷയമൊന്നും ആയിരിക്കില്ല, ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ ബില്ലായിരിക്കും, പുതിയ മോഷൻ ആയിരിക്കും.
ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന്റെ ഡിസ്കഷൻ കംപ്ലീറ്റ്ലി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതല്ല, മറിച്ച് ബട്ട് ടു പ്രപ്പോസ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പൊ ആ നിലവിൽ ഡിസ്കഷൻ നടന്നിരിക്കുന്ന ബില്ലിനകത്ത് എന്തൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുള്ളത് കൊണ്ട് അതേ വിഷയം തന്നെ ഒരു പുതിയ ബില്ലായിട്ട് അവതരിപ്പിക്കുകയാണ്. അതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ മോഷൻ ഡിസ്കസ് ചെയ്യുന്ന ആ മോഷൻ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യപ്പെടുകയും അവിടേക്ക് പുതിയ മോഷൻ തന്നെ വരികയും ചെയ്യും. ആ വരുന്ന പുതിയ മോഷനും നേരത്തെ ഡിസ്കസ് ചെയ്ത മോഷൻ, ആ ബില്ല് എന്തുമായി ബന്ധപ്പെട്ടതാണോ അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പുതിയ മോഷനും വരുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മെയിൻ മോഷൻ റിജക്ട് ചെയ്യപ്പെടുകയും അത് റീപ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ആണ് ക്ലോഷർ മോഷൻ എന്ന് പറയുന്നത്. ക്ലോഷർ മോഷൻ കുറെ സിമ്പിൾ ആണ്. ദാറ്റ് മീൻസ് ഒരു ബില്ലിനെ ഒരു മെയിൻ മോഷൻ അവതരിപ്പിച്ച് ഒരു ബില്ലിനെ ഒരു മെയിൻ മോഷനിൽ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് മോഷനിലൂടെ അവതരിപ്പിച്ചു. ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി തോന്നുകയാണ് ഇനി ഇവിടെ ഡിസ്കഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, മതി ഡിബേറ്റ് ഡിസ്കഷൻ, ഇനി നമുക്കിത് വോട്ടിലിടാം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യാനും ഇനി ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്ത് ഇനി വോട്ടിനിടാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന മോഷനാണ് ക്ലോഷർ മോഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ക്ലോഷർ മോഷൻ അതുകൊണ്ട് തന്നെ സബ്സിഡറി മോഷൻ ആണ്. അപ്പൊ ഇതാണ് ക്ലോഷർ മോഷൻ. സോ ഒരു മെയിൻ മോഷൻ അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് മോഷനിലൂടെ ഒരു ബില്ല് അവതരിപ്പിച്ചു, ഡിസ്കഷൻ കുറെ നടന്നു. സോ ഇനി ഡിസ്കഷൻ മതി, നമുക്ക് വോട്ടിങ്ങിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന മോഷനാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലോഷർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, ക്ലോഷർ മോഷൻ മൂഡ് ബൈ മെമ്പർ, അതായത് ഏതൊരു ഒരു എം പി ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ക്ലോഷർ മോഷൻ മൂഡ് ബൈ മെമ്പർ ആണ്. ഇനി അല്ല സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാനാണ് കൊണ്ടുവരുന്നതെങ്കിൽ ക്ലോഷർ മോഷൻ മൂഡ് ബൈ ചെയർ അല്ലെങ്കിൽ സ്പീക്കർ ആണ് അല്ലെങ്കിൽ ചെയർ ആണ്. അതുകൂടാതെ സിമ്പിൾ ക്ലോഷർ മീൻസ് എന്താണ്, ഒരു നോർമൽ ക്ലോഷർ മോഷൻ, ഒരു നോർമൽ ആയിട്ടുള്ള ക്ലോഷർ മോഷൻ, അതാണ് സിമ്പിൾ ക്ലോഷർ എന്ന് പറയുന്നത്. ക്ലോഷർ ബൈ കമ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ക്ലോഷർ ബൈ കമ്പാർട്ട്മെന്റ് ആണ്. സോ എന്താണ് ഈ ക്ലോഷർ ബൈ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? ഓക്കെ, സപ്പോസ് ഒരു വലിയൊരു ബില്ലാണ്. ഓക്കെ, ആ ബില്ലിന് ഒരുപാട് ക്ലോസ് ഉണ്ട്. സപ്പോസ് 50 ക്ലോസ് ഉള്ള ഒരു ബില്ലാണ് അവതരിപ്പിച്ചത്. 50 ക്ലോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 50 ക്ലോസും കൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. 50 ക്ലോസ് ഉള്ള ഒരു ബില്ല് സബ്സ്റ്റാൻറ്റീവ് മോഷനിലൂടെ അവതരിപ്പിച്ചു, ഡിസ്കഷൻ നടക്കുകയാണ്. ഈ 50 ക്ലോസ് അവർ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു എഫക്റ്റീവ് ആവുന്നില്ലെന്ന് തോന്നിക്കുകയാണെങ്കിൽ ഒരു എം പി എന്ത് ചെയ്യും? ക്ലോഷർ ബൈ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന മോഷൻ മൂവ് ചെയ്യും. അവിടെ എം പി പറയുന്നത് വെച്ചിരിക്കുകയാണെങ്കിൽ, സർ ഈ മോഷൻ മൊത്തമായിട്ട് 50 ക്ലോസ് ഉണ്ട്. സോ 50 ക്ലോസും ഒരുമിച്ച് ഡിസ്കസ് ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ 1 മുതൽ 10 വരെ ക്ലോസിനെ ഒരു കമ്പാർട്ട്മെന്റ് ആയിട്ടും, അതുപോലെ 10 to 20, 20 to 30, അങ്ങനെ 30 to 40, 40 to 50, ഇങ്ങനെ 5 കമ്പാർട്ട്മെന്റ് ആക്കി തിരിക്കുന്നു. എന്നിട്ട് ഈ 1 മുതൽ 10 വരെയുള്ള ക്ലോസ് അടങ്ങുന്ന ഈ കമ്പാർട്ട്മെന്റ് ആദ്യം ഡിസ്കസ് ചെയ്യുകയും എന്നിട്ട് ഈ കമ്പാർട്ട്മെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ കമ്പാർട്ട്മെന്റിൽ പറയുന്ന ക്ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുകയും അത് വോട്ടിനിടുകയും ചെയ്യും. ശേഷം അടുത്ത 10 മുതൽ 20 വരെ വരുന്ന ക്ലോസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അത് ആ കമ്പാർട്ട്മെന്റ് സെപ്പറേറ്റ്ലി വേറെ വോട്ടിടുകയും ചെയ്യും. അങ്ങനെ ഓരോ കമ്പാർട്ട്മെന്റുകളും, ഓക്കെ, 20 മുതൽ 30 വരെയുള്ള ക്ലോസ് അടുത്ത കമ്പാർട്ട്മെന്റ് ആണ്, 30 മുതൽ 40 വരെയുള്ള ക്ലോസ് അടുത്ത കമ്പാർട്ട്മെന്റ് ആണ്. സോ അങ്ങനെ ടോട്ടൽ 50 ക്ലോസ് ഉള്ള ആ ബില്ലിനെ 5 കമ്പാർട്ട്മെന്റ് ഉള്ള ബില്ലാക്കി തിരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ കമ്പാർട്ട്മെന്റിൽ 1 മുതൽ 10 വരെയുള്ള ക്ലോസ്, രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിൽ 11 മുതൽ 20 വരെയുള്ള ക്ലോസ്, അങ്ങനെ 5 കമ്പാർട്ട്മെന്റ് തിരിക്കുകയും ഓരോ കമ്പാർട്ട്മെന്റ് സെപ്പറേറ്റ്ലി എടുത്ത് ഡിസ്കസ് ചെയ്യുകയും സെപ്പറേറ്റ്ലി വോട്ട് ഇടുകയും ചെയ്യും. എന്നിട്ട് അവസാനം ടോട്ടലി ഈ ബില്ല് ഒരുമിച്ച് പാസ് ആവണോ വേണ്ടതെന്ന് വോട്ടിട്ടിട്ട് ബില്ല് പാസ്സാക്കും. സോ ഇങ്ങനെയുള്ള ക്ലോഷർ മോഷനെയാണ് ക്ലോഷർ മോഷൻ ബൈ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എം പി കയറി ക്ലോഷർ ബൈ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന മോഷൻ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എം പി പറയുന്നത്, സാർ ഇത്രയും വലിയൊരു ക്ലോസ് ഉള്ള ഒരു ബില്ലാണ്, സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ബില്ലിനെ ഇത്രയും കമ്പാർട്ട്മെന്റ് ആയി തിരിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യാനും വോട്ടിടാനും ആഗ്രഹിക്കുന്നു. സോ ഞാൻ ഒരു ക്ലോഷർ ബൈ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന മോഷൻ മൂവ് ചെയ്യുകയാണെന്ന് പറയുകയും സ്പീക്കർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെ നടക്കുക ആ ക്ലോസ് ബൈ ക്ലോസ് അല്ല, പകരം ഈ കമ്പാർട്ട്മെന്റ് ആയി തിരിച്ചിട്ട് ഓരോ കമ്പാർട്ട്മെന്റും പ്രത്യേകം ഡിസ്കസ് ചെയ്യുകയും വോട്ടിടുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ക്ലോഷർ ബൈ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ കമ്പാർട്ട്മെന്റിന്റെ വോട്ടെടുപ്പ് നടക്കണം. വീണ്ടും ക്ലോഷർ ബൈ കമ്പാർട്ട്മെന്റ് എന്ന മോഷൻ മൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഇനീഷ്യലി ഒരു ക്ലോഷർ ബൈ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന മോഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക കമ്പാർട്ട്മെന്റ് തിരിക്കുകയും ശേഷം ഓരോ കമ്പാർട്ട്മെന്റും സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്ത് വോട്ടിടുകയും ചെയ്യും. ഓക്കെ, സോ ഇതാണ് ക്ലോഷർ ബൈ കമ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ്
കങ്കാരു ക്ലോഷർ. നാം ടൈപ്പ് ഓഫ് ക്ലോഷർ മോഷൻ നോക്കുന്നത് അല്ലെ. ക്ലോഷർ മോഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി വോട്ട് നാം എന്ന് പറയുന്നതാണ് ക്ലോഷർ മോഷൻ. അത് സിമ്പിൾ ക്ലോഷർ കണ്ടു, ക്ലോഷർ ബൈ കമ്പാർട്ട്മെന്റ് കണ്ടു. അടുത്ത ക്ലോഷർ ടൈപ്പ് ക്ലോഷർ മോഷൻ ആണ് കങ്കാരു ക്ലോഷർ എന്ന് പറയുന്നത്. കങ്കാരു ക്ലോഷർ. ഓക്കെ, നോക്കിക്കേ, സപ്പോസ് ഒരു ബില്ല് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഡിസ്കഷൻ വന്നു. അപ്പോൾ നമ്മുടെ സ്പീക്കർ പറയുകയാണ് ഇവിടെ ടോട്ടലി ഒരുപാട് ക്ലോസ് ഉണ്ട്. ആ ക്ലോസിനകത്ത് ക്ലോസ് നമ്പർ 2 and 5 സപ്പോസ്, അല്ലെങ്കിൽ 8, 10, ഓക്കെ, ഇത്രയും ക്ലോസുകൾ മാത്രം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത്രയും ക്ലോസുകൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, വോട്ടിനിടുന്നു. ബാക്കി ക്ലോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കി ക്ലോസ് ഒന്നും ഡിസ്കസ് ചെയ്യുകയോ ഡിബേറ്റ് ചെയ്യുകയോ ചെയ്യില്ല. ഓക്കെ, ഡിസ്കസ് ചെയ്യുകയോ ഡിബേറ്റ് ചെയ്യുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇത്തരം ഈ സെലക്ട് ചെയ്യപ്പെട്ട ഇത്രയും ക്ലോസുകൾ മാത്രം ഡിസ്കസ് ചെയ്യുകയും വോട്ടെടുക്കുകയും ചെയ്യും. ബാക്കി സ്കിപ്പ് ചെയ്ത പോർഷൻസ് ക്ലോസ് ഒക്കെ തന്നെ പാസ്സായതായി കണക്കാക്കുകയും ചെയ്യും. ഇത്തരം ക്ലോഷറിനെയാണ് നമ്മൾ കങ്കാരു ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടോട്ടൽ ഇപ്പം 30 ക്ലോസ് ഉള്ള ബില്ലാണെന്നുണ്ടെങ്കിൽ അതിലെ 2ാമത്തെയും 5ാമത്തെയും 8ാമത്തെയും 10ാമത്തെയും ക്ലോസ് സപ്പോസ് ഇത്രയും ക്ലോസുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു, സ്പീക്കർ പറയുന്നു. എന്നിട്ട് ഈ ക്ലോഷറും ഈ ക്ലോസുകൾ മാത്രം ഡിസ്കസ് ചെയ്യുകയും വോട്ടെടുക്കുകയും ചെയ്യുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, ബാക്കി ക്ലോസുകളൊക്കെ തന്നെ സ്കിപ്പ് ചെയ്യുന്നു. അതൊക്കെ പാസ്സാതെ കണക്കാക്കുന്നു. എങ്ങനെ ടോട്ടൽ ബില്ല് പാസ്സാതെ കണക്കാക്കുന്നു. ഇതാണ് കങ്കാരു ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലോഷർ ആണ് ഗില്ലറ്റിൻ ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടൈം കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ ടൈം എക്സീഡ് ചെയ്യുകയാണെന്ന് വരുന്ന സമയത്താണ് ഗില്ലറ്റിൻ ക്ലോഷർ ഉപയോഗിക്കുന്നത്. സപ്പോസ് ഇതേപോലെ തന്നെ 50 ക്ലോസ് ഉള്ള ഒരു ബില്ല് ഡിസ്കസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിലിപ്പം സമയം കഴിയാറായ സമയത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് 30 ക്ലോസ് വരെ ഡിസ്കസ് ചെയ്യുകയും വോട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, 30 ക്ലോസ് വരെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, വോട്ട് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ 30 ഡിസ്കസ് ചെയ്ത 30 ക്ലോസും ഡിസ്കസ് ചെയ്യാത്ത ബാക്കിയുള്ള 20 ക്ലോസും ചേർത്തിട്ട് വോട്ട് ചെയ്യും. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വോട്ടിനിടും. ഓക്കെ, അപ്പൊ ഡിസ്കസ് ചെയ്യാത്ത പാർട്ടും കൂടി ചേർത്ത് വോട്ടിടുകയാണ് ഗില്ലറ്റിൻ ക്ലോഷറിൽ ചെയ്യുന്നത്. ഇവിടെ സ്കിപ്പ് ചെയ്ത പാർട്ട് ഡിസ്കസ് ചെയ്യുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല, അതങ്ങ് പാസ്സാതെ കണക്കാക്കുന്നു. ഓക്കെ, ഇത്തരം ഭാഗം മാത്രം സെലക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മൊത്തം ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചു, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈം പോയ സമയത്ത് തൽക്കാലം 30 ക്ലോസ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 30 ക്ലോസിന്റെ ഒപ്പം തന്നെ ഡിസ്കസ് ചെയ്യാത്ത ബാക്കി 20 കൂടി ചേർത്ത് വോട്ട് തന്നെ ഇടും. എന്നിട്ട് മൊത്തം ബില്ല് പാസ്സാക്കും. ഇങ്ങനെയാണ് ഗില്ലറ്റിൻ ക്ലോഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഗില്ലറ്റിൻ ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ക്ലോഷർ മോഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളെ മോഷൻസ് എന്ന് പറയുന്ന പാർട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പാർലമെന്റിനകത്തുള്ള പ്രധാനപ്പെട്ട മോഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന മോഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സബ്സ്റ്റാറ്റീവ് മോഷൻ എന്നും നമ്മുടെ സബ്സിഡറി മോഷൻ എന്നും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സബ്സ്റ്റാറ്റീവ് മോഷൻ എന്ന് പറയുമ്പോൾ അതിലെ മെയിൻ മോഷൻ ആണ്. ബാക്കി ആ മോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം മോഷൻസ് ഒക്കെ തന്നെ എന്ത് തന്നെയാണ്, നമുക്കതിനെ സബ്സിഡറി മോഷൻസ് എന്ന് ടോട്ടലി കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സബ്സിഡറി മോഷനകത്ത് നമ്മളിപ്പോൾ കണ്ട ക്ലോഷർ മോഷൻ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ മോഷൻസും വേറെ വരുന്നത്. ഓക്കെ, അപ്പം മോഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കമന്റ് ബോക്സ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ താങ്ക് യു ഓൾ.